LDPയുടെ ജില്ലാ സെക്രട്ടറി മേനാശ്ശേരി മനോഹരൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പൊ അജണ്ട പറ. ആദ്യം ഇതിനകത്തൊന്നും ഇറങ്ങണ്ട. സഖാവേ, UDP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ട് കുറെ ദിവസമായി. നിങ്ങളുടെ പ്രഖ്യാപനം എന്നും ഉണ്ടാകുമോ? UDPയിൽ സീറ്റ് നിർണയമല്ലല്ലോ, വീതം വെപ്പല്ലേ നടക്കുന്നത്. പാർട്ടിയിലേക്ക് പുതുതായി ചേർന്നിട്ടുള്ള KP സുരേഷിന് നിങ്ങൾ സീറ്റ് കൊടുക്കും. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കീഴ്വഴക്കങ്ങൾ. അപ്പോ 14 നമ്മൾ ഇത്തവണ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സഖാവ് ബിജോയിയാണ്. വിയോജിപ്പുണ്ട് സഖാവേ. ബാർ മുതലാളിയെ ഇത്തരം ബൂർഷകൾക്കൊപ്പം അല്ല പാർട്ടി നിൽക്കുന്നത്. കുലംകുത്തികളുടെയും നികൃഷ്ടജീവികളുടെയും ഭാഷയിൽ സഖാവ് സംസാരിക്കരുത്. പാർട്ടി കോൺഗ്രസ് ഒന്നും പെണ്ണുങ്ങളുടെ മധുരം എന്നൊക്കെ പറഞ്ഞ് കാലി ബക്കറ്റ് വാട്ടിയാട്ടി ചെല്ലുമ്പോൾ അതിനകത്ത് ലക്ഷങ്ങളിട്ട് നിറച്ചു വിടുന്നത് ഈ ശശിയെ പോലെ തെങ്ങേറ്റക്കാരല്ല, ഇതുപോലുള്ള ബിജോയ്മാരാ. അത് ഓർമ്മ വേണം സഖാവേ. ഈ ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയുന്നത് ജനാധിപത്യത്തെ കുറിച്ച് സഖാവ് എന്നെ പഠിപ്പിക്കണ്ട, എന്നെ ഒട്ടും പഠിപ്പിക്കണ്ട. വിപ്ലവത്തിലാണ് വിശ്വസിക്കുന്നത്. 14 ബിജോയ് തന്നെ മത്സരിക്കും. ഹലോ, ഏത് ചാനല്? ആ ശരി ശരി, സഖാവ ചാനലെന്ന് വിളിച്ചേ. ഏത് കളരിയാ? നമ്മുടെ അല്ല, മറ്റവന്മാരുടെ വെച്ചേ. ബ്രേക്കിംഗ് ന്യൂസ്. പുറത്ത് കിടക്കാൻ ജില്ലാ സെക്രട്ടറി ചാനൽ റിപ്പോർട്ടറോട് അശ്ലീല ചൊവ്വയുള്ള സംഭാഷണം. സ്ത്രീത്വം തുലാസിൽ. തുടങ്ങിയപ്പോഴേ ചങ്ങനപ്പഴിയാണല്ലോ നട്ടത്തരം എന്തോ. ഞാൻ പറഞ്ഞതേ കടക്ക് പുറത്തുനിന്നാണ്. മാധ്യമ സിൻഡിക്കേറ്റ് എന്നെ വളച്ചൊടിച്ച് കിടക്ക് പുറത്തുനിന്നാക്കി. ഇതിപ്പോ എല്ലാം എന്റെ പുറത്തായി. അല്ല, സഖാവിന് അങ്ങനെയുള്ള യാതൊരു കഴിവില്ല, പാർട്ടിക്കറിയാമല്ലോ. സ്ത്രീത്വത്തെ അപമാനിച്ച മേനാശ്ശേരി മനോഹരൻ മാപ്പ് പറയുക. LDP ജില്ലാ സെക്രട്ടറി രാജിവെക്കുക. UDP സിന്ദാബാദ്. ജില്ലാ സെക്രട്ടറി മേനാശ്ശേരി മനോഹരൻ രാജിവെക്കുക. LDP മുർദാബാദ്. മേനാശ്ശേരി മനോഹരനെ അറസ്റ്റ് ചെയ്ത് അകത്തിടുക. ഇമാതിരി കോലം കെട്ടിലോണ്ട് പാർട്ടിയെ പേടിപ്പിക്കാന്ന് വെച്ചാൽ നടക്കില്ല. തോക്കിന് മുമ്പിൽ പേടിച്ചിട്ടില്ല, പിന്നെയാണ് ഈ കോലം. നമ്മളായിട്ട് അലമ്പുണ്ടാക്കണ്ട. എന്തെങ്കിലും പ്രശ്നം ചേച്ചി നോക്കണേ. പൊങ്ങട്ടെ. പോട്ടെ. പൊങ്ങട്ടെന്നേ. കുറച്ചുകൂടെ. കബീറെ ഒന്ന് ടേൺ ചെയ്തേ. എടുത്തോട്ട്. എന്റെ KP എന്തൊരു എൻട്രി ആയിരുന്നു KP. നരസിംഹത്തിലെ ലാലേട്ടന്റെ എൻട്രി പോലെ എന്റെ ദേഹമൊക്കെ അങ്ങോട്ട് കോരി തരിച്ചു പോയെന്നേ. ഒന്ന് പോ ചേച്ചി. പക്ഷെ ഗ്ലാമർ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ടാൻ ആയല്ലോ ഫേസ് ഒക്കെ. പുതിയ പാർട്ടിക്ക് മേക്കപ്പ് വേണ്ട, ഫുൾ റോലുക്ക. എന്നാലും പാർട്ടി വിട്ടപ്പോ എന്നെ കൂടെ വിളിക്കായിരുന്നു. വിളിച്ചിരുന്ന ഞാനും വന്നേനെ. അത് പിന്നെ നിക്കക്കല്ലിപ്പോ ഒന്നും നോക്കിയില്ല, അങ്ങ് പോയി. KP ഇനി ഏത് പാർട്ടി ആയാലും എൻ്റെ വീടിൻ്റെ ഗേറ്റ് ഞാൻ KPക്ക് വേണ്ടി തുറന്നിട്ടിരിക്കും. ജർമ്മൻ ഷെപ്പേർഡിനെ പൂട്ടിയിരിക്കും. വരില്ലേ KP? ജർമ്മനി, ഹിറ്റ്ലർ, മാധവൻകുട്ടി, ഫാസിസം, അയ്യോ അതൊന്നും ഈ പാർട്ടിക്ക് പറ്റില്ല ചേച്ചി. എൻ്റെ ഹൃദയം ഇന്ത്യക്ക് വേണ്ടിയല്ല, KPക്ക് വേണ്ടിയാ തുടിക്കുന്നത്. അച്ഛാ ആ ഫ്ലോ കളഞ്ഞ്. അച്ഛാ, നിങ്ങളുടെ പാർട്ടിക്കാർ എന്ന് നന്നാവും. ഏതോ ചാലുകാർ എന്തോ പറഞ്ഞെന്നും പറഞ്ഞ് ഈ കോലൊക്കെ പൊക്കി പിടിച്ച് നടക്കാൻ നാണമില്ലാത്ത ചിലരുണ്ട് ഇവിടെ. ക്യൂബയിലെ രഹസ്യതാമസം കൊണ്ട് ഒരു ഗുണമുണ്ടായി. നല്ലൊരു ന്യായീകരണ തൊഴിലാളിയെ വാർത്തെടുത്തു. എന്താ ഫിനിഷിങ്. ഉളുപ്പ് വേണം, ഉളുപ്പ് ദേ മേശപ്പുറത്തുണ്ട്. ഇത്തിരി കൂടുതൽ ഇട്ടോ, കുറച്ച് നന്ദി ഉണ്ടാവട്ടെ. നിർത്ത്. എടാ സുരേഷ്, നിനക്ക് സീറ്റ് കിട്ടുമോ? സോഷ്യലിസം തന്നെയാണ് ഇന്നും ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം. അല്ലാണ്ട് ഇവിടെയുള്ള ചിലരെ പോലെ പാർലമെന്ററി വ്യാമോഹം എന്ന വൈറസ് ബാധിച്ചവരല്ല LDPയിലുള്ളത്. അവിടെ പാർട്ടിക്കാണ് പ്രാധാന്യം, വ്യക്തികൾക്കല്ല. നിനക്ക് അവിടെ സീറ്റ് കിട്ടത്തില്ലേ എന്നാര് പറഞ്ഞു? ഞാൻ മത്സരിക്കുന്നുണ്ട് നമ്മുടെ ഈ 5ാം വാർഡിൽ തന്നെ. UDP സ്ഥാനാർത്ഥി KP സുനന്ദ. ഞാൻ മത്സരിക്കുന്ന അറിഞ്ഞ് നമ്മുടെ തെങ്ങോടി.
ദൈവം എന്തൊക്കെ കാണും ദൈവമേ. അയ്യോ അയ്യോ ദൈവം പറഞ്ഞു മായ്ച്ചോളാം നിന്റെ കൂടെ മായ്ച്ചോളാം. ആ നീനാക്കോശി LDP-യിലേക്ക് വരുന്നത് കേട്ടല്ല, ശരിയാണോ? എൻ്റെ ഈ പണി സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോയിക്കണം. ഇതും കണ്ടുപോരുത്. അതല്ല ഇത് ജയായിരിക്കുന്ന സാധനം കൂടെ. അച്ഛാ ചെങ്കുടി പാവം, ഇട്ടേ കച്ച. കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. ആ പപ്പടം എടുത്ത്. പാർട്ടിക്ക് പപ്പടം കുഴപ്പമില്ല അല്ലേ? കുഴപ്പമില്ല, പക്ഷെ പഴയ പോലെ അടിച്ചമർത്താനും പറ്റില്ല. അവസാനം പപ്പടത്തിന്റെ അവസ്ഥ ആവരുത്. അങ്ങനെ ഇത് ചുമന്നുകൊണ്ട് കിടന്നതല്ല വയനാട്ടിൽ. ആ, ശശിയേ ഇരിക്ക്, താനെ പപ്സ് കഴിക്ക്. എനിക്ക് പപ്സ് വേണ്ട. ആ പിന്നെ നമ്മുടെ ഫ്ലെക്സ് ഒക്കെ എന്തായി? ഭംഗിയായിട്ട് പ്രചരണത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ തന്നെ പാർട്ടി പിന്നിലാണ്. ഫ്ലെക്സിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. 14-ാം വാർഡിൽ ആരാ മത്സരിക്കുന്നത്? എന്താ സംശയം? സഖാവ് ബിജോയ്. ആ വാർഡ് ഞാൻ ചോദിച്ചല്ലേ. അത് കലക്കി. ചോദിക്കുന്ന പാർട്ടി പ്രവർത്തകർക്ക് എല്ലാം കൊടുക്കാൻ ഇതെന്താ ക്ഷേമ പെൻഷനാണോ? സഖാവേ, അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകർ എന്നതിലേക്ക് പാർട്ടി ആരെ നിർത്തുന്നു അവരുടെ ജയത്തിന് വേണ്ടി പ്രവർത്തിക്കല്ലേ നമ്മൾ ചെയ്യേണ്ടത്. ബിജോയെ പോലുള്ളവരെ തോപ്പിച്ചാലേ നമ്മുടെ പാർട്ടി ഒരു പാഠം പഠിക്കൂ. ശശി പാർട്ടി വിരുദ്ധനെ പോലെ സംസാരിക്കുന്നു. അല്ലെങ്കിലും സത്യം പറയുന്നവരെ പാർട്ടി വിരുദ്ധരാക്കുന്നതാണല്ലോ സഖാവേ നമ്മുടെ സ്ഥിര ഏർപ്പാട്. നിങ്ങളോട് ഇതിന് കാലം ചോദിക്കും സഖാവേ. പോട്ടെ. ലാൽ സലാം. ശശി സഖാവേ, സഖാവേ അവൻ പോണെങ്കിൽ പോട്ടെന്ന്. നമ്മൾ ബംഗാളി വെച്ച് ഫ്ലക്സ് കെട്ടിക്കും. അതാകുമ്പോൾ ഇതുപോലെ ഒന്ന് സീറ്റ് ചോദിക്കുകയല്ലോ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അമ്മാരാകുമ്പോൾ കൂലി ചോദിക്കും. വഴിയുണ്ട്. അതിന്റെ കൃത്യമായിട്ടുള്ള നമ്പർ നമ്മുടെ കയ്യിൽ എന്തായാലും വേണം. എന്റെ വാർഡിലൊരു 1000-നടുത്ത് വോട്ട് കാണുമായിരിക്കും. അത് പഴയ കണക്ക്. ഇപ്പോ അവിടെ 1338 പേരുണ്ട്. നമ്മുടെ ഷിജി LDP-യില് കഴിഞ്ഞ തവണ അവിടെ നിന്ന് ജയിച്ചത് 350 വോട്ടിനാണ്. സമുദായ സമവാക്യം വെച്ച് നോക്കുമ്പോ ശ്രീജയ്ക്ക് കടന്നുകൂടാൻ പാടാ. അയ്യോ, എന്നാ പിന്നെ ഞാൻ നിൽക്കുന്നില്ല. നിക്കണം, പക്ഷെ ജയിക്കാൻ ചില കളികൾ കളിക്കണം. ധൈര്യമായിട്ട് നിൽക്കുന്നേ, നമ്മളെല്ലാരും കൂടെ ഉണ്ട്. നമ്മൾ ജയിക്കും. ഇതേ ചേച്ചിയൊക്കെ സ്ട്രോങ് ആയിട്ട് കൂടെ നിൽക്കും. ഒന്നും പേടിക്കാനില്ല. എല്ലാം മറ്റേ പ്രചാരണത്തിന്റെ പരിപാടിയൊക്കെ നമുക്ക് ചെയ്യാം, ഉഷാറാക്കാം. ഓക്കെ, എന്നാ ശരി മെമ്പറെ. പിള്ളേരോട് ഇവിടെ പഠിക്കാൻ പറഞ്ഞിട്ടാ വന്നേ. മെമ്പറെ, ആ മെമ്പർ പറഞ്ഞ നേരാ. അവരെനിക്ക് സീറ്റ് തന്നില്ല, ഞങ്ങൾ ഇറങ്ങി പോന്നു. ഇനി വല്ല കുഴപ്പമാവോ? എന്തു കുഴപ്പം? വിമതരായിട്ട് മത്സരിക്കണം. വാർഡ് ഏതാൻ തീരുമാനിച്ചോ? നമ്മുടെ 14-ാം വാർഡ് മൂന്നിലേക്ക് ബിജോയ് മത്സരിക്കുന്നില്ലേ, ആ വാർഡ്. അതൊരിത്തിരി മണ്ടത്തരമാണ് ചേട്ടാ. അയാള് കാശുകാരനല്ലേ, ജയിക്കാൻ വേണ്ടി എന്ത് കളിയും കളിക്കും. പിന്നെ ഞാനെന്താ വേണ്ട, മെമ്പർ പറ. ചേട്ടന്റെ വീടിരിക്കുന്ന 4-ാം വാർഡ് സേഫാ. അവിടെയാണെങ്കിൽ LDP-ക്ക് വലിയ സ്വാധീനമില്ല. പിന്നെ അവിടുത്തെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഗുണപാല. ആ സൈഡ് ഞാൻ നോക്കിക്കൊള്ളാം. ഉറപ്പാണോ? പിന്നില്ലേ, ചേട്ടനില്ലാതെ ഈ നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റില്ല ചേട്ടാ. വോട്ടില്ലെങ്കിൽ തേങ്ങ ഇടില്ല എന്ന് പറയണം. പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാര്യം മറക്കരുത്. പ്രസിഡന്റ് സ്ഥാനം തെങ്ങ് ചതിക്കില്ല, അതേപോലെ ആ തെങ്ങ് കയറുന്നവനും. മെമ്പർ പറയുന്നതേ ഞാൻ കേൾക്കൂ. പഞ്ച് ഡയലോഗൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ പ്രവൃത്തിയിലും വേണം. ഉറപ്പ്. ശരി. തെങ്ങിന്റെ മണ്ടേലാരാണ്ടി തെക്കേലെ ചന്തേലാണ്ടോണ്ടി അല്ലാണ്ടി ചേട്ടാ ബാക്കിയൊക്കെ തരും. ശശിയേട്ടന്റെ പോസ്റ്ററും കൂടി വൈകിട്ട് വൈകിട്ട് വരാം. ഡാ, കാസ്ട്രോ, ഇന്നെ തന്നെ വാടാ. എന്താ ചേച്ചി? ഈ പോസ്റ്റർ ഒട്ടിക്കാനും ഫ്ലെക്സ് അടിക്കാനുള്ള പൈസയൊക്കെ ഉണ്ടോ? വല്ലതും വേണമെങ്കിൽ ചോദിക്കണം. വേണ്ട, കാർലോ മാക്സ് മുത്തപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഒന്നിനും ഒരു മുട്ടൂല. പാർട്ടി പട്ടിണി പാവങ്ങളുടെ ആണെങ്കിലും നല്ല റിച്ചാ. ഓ, റെഡ് ബക്കറ്റ് ചാലഞ്ച്. അതും ഒരു പാർട്ടി നയമാണല്ലോ. അവന് ഇഷ്ടപ്പെട്ട മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പാത്രമായിട്ട് വന്നാ തരാം. എന്താടാ പറഞ്ഞത്? മാമ്പഴ പുളിശ്ശേരി അല്ല, പോസ്റ്റർ ഒട്ടിക്കാനും ഫ്ലെക്സ് വെക്കാനും കാശ് വേണമെന്ന് ചോദിച്ചു. ഏയ് എടാ, എനിക്കിത് കണ്ടിട്ടേ ഒരു ഊളത്തരമായി പോയോ എന്നൊരു സംശയം. KP, ഒരാൾ ചെയ്ത ഊളത്തരം എല്ലാ ഊളകളും ചെയ്യുകയാണെങ്കിൽ, അല്ല എല്ലാ സ്ഥാനാർത്ഥികളും ചെയ്യുകയാണെങ്കിൽ ഫാഷൻ. ഇത് ഫാഷനാ. നല്ല രസമുണ്ട്. എടേ, 4 ആളുകൾ എന്നെ പോലെ തന്നെ ഇല്ലേ? പാപ്പിൻസ് മിഠായി തുറന്ന പോലെ ഉണ്ട്.
സുരേഷേ ഒന്ന് വന്നേ. ആ ഏ കണ്ടില്ലേ നമ്മുടെ ഫ്ലെക്സ് കണ്ടില്ലേ ജിൽ ജിൽ ജില്ലേ തട്ടി 4 വെച്ചാക്കും. എടാ ഒരു ചെറിയ പ്രശ്നമുണ്ട്. സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം വന്നിട്ടുണ്ട്. ഈ പാർട്ടി മാറി വന്നവരെ മത്സരിപ്പിക്കേണ്ടെന്നാണ് LC തീരുമാനം. അത് അണികളിലും അനുഭാവികളിലും ഒക്കെ നിരാശ ഉണ്ടാക്കുമെന്ന്. അതിന് ഈ ഒരു സാഹചര്യത്തിൽ നിന്നെ മത്സരിപ്പിക്കേണ്ടെന്നാണ് LC തീരുമാനം. പോസ്റ്റർ ഒട്ടിച്ച് ഫ്ലെക്സിലൂടെ ഡേ കഴിഞ്ഞപ്പോഴാണോ പാർട്ടിക്ക് ബോധോദയം ഉണ്ടായത്? ഇനി നാട്ടുകാർ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ഞാൻ മാറത്തില്ല. ഇതിന്റെ പുറകിൽ എന്തോ ഗൂഢാലോചന ഉണ്ട്. UDP പ്രവർത്തകനെ പ്രലോഭിപ്പിച്ച് നിങ്ങൾ ചതിക്കായിരുന്നില്ലേ? എടാ പാർട്ടി ആരെയും ചതിക്കില്ല. നീ വസ്തുതകളെ അതിന്റെ ഗൗരവത്തിൽ കാണണം. പുതിയതാരെ കെട്ടിറക്കുന്നേ? സീനിയർ മെമ്പറായ കുഞ്ഞമ്പൂനെ പരിഗണിക്കണമെന്നാണ് DC തീരുമാനം. ഡീച്ചി പോകാൻ പറ. ഞാൻ ശശിയെ പോലെ ഒറ്റക്ക് മത്സരിക്കും. എടാ ശശിയെ പോലെ അല്ല നീ പാർട്ടി വിട്ട് വന്നവനാ. വിമതനായകനെ അവസരവാദി എന്ന് പറഞ്ഞ് മുദ്ര കുത്തും. വെറുതെ പാർട്ടിയെ വെറുപ്പിക്കാൻ നിൽക്കണ്ട. എന്റെ ബാബു, ഞാൻ ഇത്ര വർക്കൊക്കെ ചെയ്തിട്ട് എന്റെ ബ്രെയിൻ ഇരുമ്പുന്നു. എടാ നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. തൽക്കാലത്തേക്ക് നീ പാർട്ടി തീരുമാനത്തിന് കീഴ്പ്പെട്. അതാണ് പ്രധാനം. എന്നെ അടുത്ത സൈറ്റിലേക്ക് ഒന്നും ഇട്ടേക്കോ. ബാബുക്ക ഇത് വലിയ ചതിയായി. വലിയ കാര്യമൊന്നുമില്ലല്ലോ. കഷ്ടമല്ല തൂഞ്ഞാലായി പോയി. KP കുടുംബ ബന്ധങ്ങൾ തകർന്നടിയുമ്പോൾ പിടിച്ചു നിൽക്കാൻ പാടുപെടുന്ന ഒരു സ്ത്രീ. അവൾ സാരിത്തുമ്പിലൊപ്പിയ കണ്ണുനീർ കടലാകുന്നു. അഖിലയുടെ സ്വപ്നം ഇനിയെങ്കിലും സാധ്യമാണ്. വന്നല്ല പട്ടണി പാവങ്ങളുടെ ചെകുവേര. തേരോട്ടം സീറ്റ് കിട്ടിയില്ലേ? ചെകുവേര അല്പം തേഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വെറും ജീവിക്കാൻ പോയ നിഖിൽ അച്ഛാ നീ വന്നേ. ധാര വന്നിരിക്കുന്നേന്ന് കണ്ടോ? അവന്റെ തനിനിറം പാർട്ടി മാറിപ്പോയ അച്ഛൻ്റെ മോൻ. പ്പെടുത്തി സ്വാതന്ത്ര്യം, സോഷ്യലിസം, ഇന്ത്യയുടെ കൂടെ ജനാധിപത്യം. അയ്യട്ടി മന്നമ്മേ തീപ്പെട്ടിക്കോലെ ഉരയ്ക്കുമ്പോ കത്തും, കത്തുമ്പോ ചീറ്റും. ഇപ്പൊ complete ചീറ്റി. ഊ! കണ്ണീർ കടലിൽ എനിക്ക് വയ്യേ. അവൻ മോനെ സുരേഷേ, അച്ഛനൊന്ന് പറയട്ടെ. സുരേഷേ, ജാരന്മാരാക്കി നിനക്ക് എന്തിന്റെ കേട്ടാ സുരേന്ദ്? കിട്ടാത്ത ചോദ്യങ്ങൾ അവന് നന്നായിട്ട് കൊണ്ടു. എല്ലാ ദിവസവും വൈകിട്ട് KP കണ്ടടാ ഈ കത്ര കേപ്പിലെ ചിതയടാ ഇതാ. ആ പഞ്ചായത്ത് സെക്രട്ടറിയുടെ വീട്ടുകാർ വീണ്ടും വന്നു. പാപ്പ സ്ത്രീധനം കൂട്ടി പറഞ്ഞപ്പോൾ പ്രേമത്തിൻ്റെ കാര്യം അവർ മറന്നു. പള്ളിയിലും അറിയിച്ചു. ഇലക്ഷൻ കഴിഞ്ഞ ഉടൻ കല്യാണം. നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ല. നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. എൻ്റെ കൂടെ കൂടി നീയും തോക്കാൻ നിൽക്കണ്ട. വിട്ടരുത്. നിങ്ങൾ തനി രാഷ്ട്രീയക്കാരാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. തോന്നുമ്പോൾ കാലുമാറാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. എനിക്ക് അങ്ങനല്ല. അതല്ലേ പറഞ്ഞു, എന്നെ വിട്ടേക്ക്. എന്തുവാടേ രാവിലെ തന്നെ മനുഷ്യനെ പേടിപ്പിക്കാൻ? നമ്മുടെ കുഞ്ഞമ്പു സഖാവില്ലേ പാർട്ടി ഓഫീസിന്റെ ഭിത്തി കയറി. ഭിത്തിയില്ല എന്തിന്? ഇന്നലെ സീറ്റ് കിട്ടിയ സന്തോഷത്തിൽ വീട്ടിൽ ചെന്ന് കയറിയതാ. ഡും ഒരു വീഴ്ച, പിന്നെ പൊങ്ങിയിട്ടില്ല. ആ അന്നൊരു പണി നീ ഒരു റീത്ത് അല്ലെങ്കിൽ വേണ്ട റീത്തൊക്കെ എന്തിനാണ്? റീത്തല്ല. ഇനി 5-ാം വാർഡില് ആര് മത്സരിക്കും? സഖാവ് KP മത്സരിക്കും. എനിക്ക് സീറ്റും വേണ്ട, കസേരയും വേണ്ട. ഞാൻ ഇന്നലെ ഉസ്മാൻഖാനെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഗൾഫിൽ പോകാൻ തീരുമാനിച്ചു. ഇനി ഫേസ്ബുക്കിലൂടെ രാഷ്ട്രീയം മതി. അതാണ് സേഫ് മോനെ. എന്നെ വെറുതെ വിട്ടൊക്കെ ഒന്ന് കിടന്നോട്ടെ. KP ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട് ഒന്നുകൂടി കിടക്കണം. ചെല്ലേ കുഞ്ഞമ്പു ചത്ത സ്ഥിതിക്ക് ഇനി അവന് നറുക്ക് വീഴും. അത് തടയാൻ നീ എന്നെ ഒന്ന് സഹായിക്കണം. അയ്യോ കർത്താവ്, ഞാനോ? അവനെതിരെ ഒരു ലൈംഗികാരോപണം കൊണ്ടുവരണം. നീ നാളെ തന്നെ ഒരു പത്രസമ്മേളനം വിളിക്കേ. കർത്താവിന് നടക്കാത്ത പറയല്ലേ സാറേ. KPക്ക് എന്നോട് ഒരു പെങ്ങളോടുള്ള സ്നേഹ. പാർട്ടിക്ക് വേണ്ടി സാറ് പറയുന്നതെല്ലാം ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ട്. പക്ഷേ
ഈ നെറുകേടിന് സാറിനെ നിർബന്ധിക്കരുത്. പാർട്ടിക്ക് വേണ്ടിയല്ല ഇത്, എനിക്ക് വേണ്ടി നീ ഇത് ചെയ്തേ പറ്റൂ. അവൻ ജയിച്ചാലേ എൻ്റെ മകളുടെ ഭാവി പോക്ക. വയ്യ സാറേ, KP സാറിന്റെ മോക്ക് നല്ലൊരു ഭർത്താവായിരിക്കും. നിർത്തേ. നല്ല ഭർത്താവായിരിക്കും.